ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഗ്രാറ്റുവിറ്റിയിലെ ബാക്കിയുള്ള 2 ഇല്ലസ്ട്രേഷനും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഗ്രാറ്റുവിറ്റി ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. പ്രോബബ്ലി ഇതായിരിക്കും ഗ്രാറ്റുവിറ്റിയിലെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 വീഡിയോസ് കണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം ഇത് കണ്ടാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസും കിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോസ് ഇതിൻ്റെ സ്പീഡിലായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ക്ലിയർ ചെയ്യട്ടെ. ആഫ്റ്റർ സർവീസിങ് ഫോർ 33 ഇയേഴ്സ് ആൻഡ് 9 മന്ത്സ്, അതായത് എന്താ 9 മന്ത്സ് ഉണ്ട്, 6 മന്ത്സോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ അടുത്ത വർഷമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇത് 33 വർഷമാണ് സർവീസ് ചെയ്തത്, അപ്പോൾ 34 വർഷമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവർ എവിടെയാണ് കൊടുത്തത്? റിലയൻസ് കമ്പനിയിലാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതെന്താ പ്രൈവറ്റ് ഒരു കമ്പനിയാണ്, ഗവൺമെൻറ് കമ്പനിയല്ല. മിസ്റ്റർ എ ആണ് എംപ്ലോയിയുടെ പേര്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പുകയിൽ കവേർഡ് ചെയ്യുന്നുണ്ട് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇനി ഇദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? റിട്ടയർ ആയപ്പോഴാണ് കിട്ടിയത്, സർവീസിലല്ല. സർവീസിലാണ് കിട്ടിയതെങ്കിൽ ഫുള്ളി ടാക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റിട്ടയർ ആയതുകൊണ്ട് റിട്ടയർ ടൈമിലാണ് കിട്ടിയത്. നമുക്ക് എന്തുണ്ടാവാം? എക്സംഷൻസ് ഉണ്ടാകാം. ഇനി കമ്പനി പേ ചെയ്യുന്നുണ്ട്. കമ്പനി പേ ചെയ്യുന്നത് എന്താ? ഗ്രാറ്റുവിറ്റി പേ ചെയ്യുന്നുണ്ട്. എത്രയാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്? കമ്പനി പേ ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത് 85,000 ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബേസിക് സാലറി, റിട്ടയർമെൻറ്റ് ടൈമിൽ ബേസിക് സാലറി 4,500 ആണ്. ഇത് എന്തിനുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും? ഇത് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ഡ്രോൺ സാലറി കണ്ടുപിടിക്കാനുള്ളതാണ്. ലാസ്റ്റ് ഡ്രോൺ സാലറി കണ്ടുപിടിക്കാനുള്ള ഐറ്റമാണിത്. ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി, അല്ലെങ്കിൽ ആ ലാസ്റ്റ് കിട്ടിയ മന്തിലെ സാലറി എത്രയാണ്? ആ LDSൻ്റെ ഇക്വേഷൻ എന്താ? ലാസ്റ്റ് ഡ്രോൺ സാലറിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് സാലറിയുടെ ഒപ്പം ഡിയർനെസ് അലവൻസ് ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യേണ്ടത് എന്തിൻ്റെയാ? ലാസ്റ്റ് മന്തിൽ എത്രയാണോ കിട്ടിയത് അത് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 4,500 ആണ്. ഡിയർനെസ് അലവൻസ് എന്തില്ല? ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ ഡിയർനെസ് അലവൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ 0 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ 4,500 പ്ലസ് 0 എന്ത് വരും? 4,500 എന്ന് തന്നെ പറയും. അപ്പോൾ ലാസ്റ്റ് ഡ്രോൺ സാലറി നമുക്ക് കിട്ടി. നമുക്ക് നമ്മുടെ പ്രൊവിഷൻ ബുക്കിലോട്ടൊന്ന് പോകാം. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാം, ഇദ്ദേഹം റിട്ടയർമെൻറ്റ് ടൈമിലാണ് കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹം ഗവൺമെൻറ് എംപ്ലോയി ആണോ? അല്ല, ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഇത് എക്സംപ്റ്റഡാ? അല്ലെ, നമുക്ക് 8 ലക്ഷം രൂപ കിട്ടിയാൽ ഈ 8 ലക്ഷവും നമുക്ക് എന്ത് ചെയ്യുക? എക്സംഷനായിട്ട് കുറക്കുക. 0 റുപ്പീസാണ് നമുക്ക് ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ടത്. പക്ഷേ ഇദ്ദേഹം എന്താണ്? അതർ എംപ്ലോയി ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കേണ്ട 2 കാര്യങ്ങളാണ്. അദ്ദേഹം പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി കവേർഡ് ചെയ്യുന്നുണ്ടോ? നോട്ട് കവേർഡ് ആണ്. ഇവിടെ കവേർഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 കാര്യങ്ങൾ ലോവർ. അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പോൾ നമ്മൾ 3ാമത്തെ ഇല്ലസ്ട്രേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ആദ്യം ഇവർ കുറച്ച് നോട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി സ്വയമായിട്ട്. നമുക്കിവിടെ വേണ്ടത് ഈ 3 ഐറ്റംസാണ്. LDS ഡിവൈഡഡ് ബൈ ലാസ്റ്റ് ഡ്രോൺ സാലറി ഡിവൈഡഡ് ബൈ 26 × 15 × കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസിങ് ഓഫ് 6 മന്ത്സ്. അത് എത്രയാണ്? 33 വർഷം. 6 മാസമോ അല്ലെങ്കിൽ അതിൽ എക്സസ് ചെയ്യേണ്ട. അപ്പോൾ 34 വർഷം എന്നെടുക്കുന്നു. 20 ലക്ഷം എടുക്കും. അതേപോലെ ആക്ച്വൽ റിസീവ്ഡ് നമ്മൾ എടുക്കും. ഓക്കേടാ അതേപോലെ ഉണ്ടല്ലോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളുണ്ട്, അതിലോട്ട് ജസ്റ്റ് ഇതാക്കുക. പിന്നെ നിങ്ങളുടെ BCom ഗ്രൂപ്പുകളിലോട്ടും ഈ സബ്ജക്റ്റ് ഏതെല്ലാം ഇതിലുണ്ടോ അതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് വലുതാക്കണം. എന്നാലേ നമുക്ക് ഇതേപോലെ ഫ്യൂച്ചർ രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുകയുള്ളൂ. നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചേക്കുന്നത് ടാക്സബിൾ അല്ല. ടാക്സബിൾ ആണ്, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വട്ടം പോലെ ഇത് എന്ത് കണ്ടുപിടിക്കുക? പെട്ടി വരച്ച് ചെയ്യാൻ. പക്ഷേ ഇത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി കണ്ടുപിടിച്ചാൽ മതി. എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3 ഐറ്റംസ് നമുക്ക് വേണം. അതിൽ നമുക്ക് ഇവിടെ അറിയുന്ന കാര്യം ഏതാ? 20 ലക്ഷം അറിയാം. അപ്പോൾ രണ്ടാമത്തത് 2 3 അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഓർഡർ മാറിയെന്നൊന്നും പറഞ്ഞ പ്രശ്നമില്ല. അപ്പം ഞാൻ ചെയ്തു, ഈ 20 ലക്ഷം കൊണ്ടുവന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ആക്ച്വലി ഇവിടെ റിസീവ് ചെയ്തേക്കുന്നത് 85,000 ആണ്. ഞാൻ അതും എഴുതി. ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് കണ്ടുപിടിച്ചാലോ? ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. ആ എമൗണ്ട് ആണ് ഇത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡ്രോൺ സാലറി ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്തു, 4,500. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. 4,500 നമ്മൾ എഴുതുന്നു. ഓക്കെ, 4,500 ഡിവൈഡഡ് ബൈ 26 × 15. ഓക്കെ, നോക്കുക. 4,500 ഡിവൈഡഡ് ബൈ 26 × 15 × കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് എത്രയാണ്? 34 ആയിട്ട് ട്രീറ്റ് ചെയ്യണം.
ഓക്കെ, ഇതിൽ മിസ്സായോ? അപ്പോൾ അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കാം. 4500 തന്നെയല്ലേ? യെസ്, 4500. അപ്പോൾ 4500 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 173 കിട്ടും, ഇൻറ്റു 15 ഇൻറ്റു 34 ഇൻറ്റു 15 ഇൻറ്റു 34 അടിക്കാം. അപ്പോൾ 88,230 എന്നാണ് കിട്ടിയത്. ഇവിടെ എത്ര നോക്കാം. ഓക്കെ, ഇവിടെ 88,269 കിട്ടിയത്. കാരണം എന്നാൽ ഞാൻ ഇവിടെ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തില്ല. നിങ്ങൾ കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ കൃത്യമായിട്ട് അടിച്ചാൽ ഇതാവും. ഇതെൻ്റെ ഈ ടാബിലുള്ള കാൽക്കുലേറ്ററിൻ്റെ ഇതാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു പോയിന്റ് റൗണ്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് വന്നില്ല. ഓക്കെ, അത് പ്രശ്നമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടും. ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. 88,269 എന്ന് കിട്ടും ആ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതിൽ ലോവർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 88,269. ഓക്കെ, അപ്പം ഈ 88,269 ആണ്. ഓക്കെ, 88,269 ഇവിടെ ലോവറായിട്ട് വരുന്നത്. ആ എമൗണ്ട് ആണ് 88,264 ഇവിടെ. ഇതൊക്കെ പോയിന്റ് ആ ചെറിയ വ്യത്യാസമാണ്. നമ്മുടെ അടുത്ത് വെച്ചത് എക്സംഷൻ എമൗണ്ട് എത്രയാണെന്നാണ്. എക്സംഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 85,000 കാരണം ഈ 88,269 അല്ലല്ലോ ചെറുത്. അതെൻ്റെ തെറ്റാണ്, ഞാൻ ജസ്റ്റ് ശ്രദ്ധിച്ചില്ല. നോക്കുക, ഇവിടെ 85,000 ഉണ്ട്. 85,000 അല്ലടാ ചെറുത്. നിങ്ങൾ എന്തത് റെസ്പോണ്ട് ചെയ്യാത്തത്? ഓക്കെ, ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, ചിന്തിക്കൂ. അപ്പോൾ നോക്കുക, 85,000 ഇത് കാണാൻ പറ്റാഞ്ഞിട്ടാണോ? 85,000, 88,269, 2 ലക്ഷം. ശരിയാ, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മര്യാദയ്ക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ 85,000 എടുക്കുക. അപ്പോൾ ഈ 85,000 ആണ് എക്സംപ്റ്റ് ഗ്രാറ്റുവിറ്റി. ഇങ്ങനെ ഒരു നോട്ടും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഇലിസ്ട്രേഷനിലോട്ട് കടക്കാൻ പോവുകയാണ്. അത് ഇലിസ്ട്രേഷൻ നമ്പർ 11. ഓക്കെ, ഇതൊക്കെ മായ്ച്ചളയാം. എടാ, നമ്മൾ ഇതുവരെയും ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം എന്താണ്, പോക കവേർഡാണ്. പോക എന്താണെന്ന് ചോദിച്ചാൽ തലക്കിട്ട് അടിക്കും. ഇതുവരെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പോകുന്നത്. അതപ്പോൾ കാണാത്തവരായിരിക്കും നിങ്ങൾ, അത് മേളിൽ ചെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനിൽ പോക കവേർഡ് ആയിരുന്നു. ഇനി പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ എന്തല്ല, ഈ ക്വസ്റ്റ്യനിൽ എന്താ, പോക നോട്ട് കവേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണ്ടേ? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് വരാം. മിസ്റ്റർ വിശാഖ് ഹു ഈസ് നോട്ട് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. കവേർഡ് അല്ല. നമ്മൾ ഇതുവരെയും പഠിച്ചത് കവേർഡ് അല്ല. അപ്പോൾ മനസ്സിലായോ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, കവേർഡ് ആണോ അല്ലേ എന്നത്. ക്വസ്റ്റ്യനിൽ പറയും കവേർഡ് ആണെങ്കിൽ കവേർഡ് എന്ന് പറയും, അല്ലെങ്കിൽ നോട്ട് കവേർഡ് എന്ന് പറയും. ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ലെങ്കിൽ കവേർഡ് ആണെന്ന് തന്നെ മനസ്സിലാക്കുക. നോട്ട് കവേർഡ് ആണെങ്കിൽ അത് അവരെടുത്ത് പറയണം. ഇതാണ് നമ്മുടെ അസംഷൻ. ഇവർ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ട്. റിസീവ് ചെയ്ത എമൗണ്ട് എത്ര? 5,76,000. ഈ ആൾ റിട്ടയർ ചെയ്തത് എപ്പോഴാണ്? എടാ, ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, എന്താണെന്ന് പറയാം. ചിലപ്പോൾ ഇത് ടഫായിട്ട് തോന്നാം. ഇയാൾ റിട്ടയർ ചെയ്തത് എപ്പോഴാണ്? ജൂണിലാണ്. ഇവിടുത്തെ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സർവീസ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ എന്താ, റിസീവ് ഡ്യൂറിങ് ദ സർവീസ് അല്ല, റിട്ടയർമെൻറ്റിനാണ് കൊടുത്തത്. അങ്ങനെ റിട്ടയർമെൻറ്റിലാണ് കൊടുത്തതെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? വേഗം പറ, എന്താണ് നോക്കേണ്ട കാര്യം? റിട്ടയർമെൻറ്റ് ടൈമിലാണ് കൊടുത്തതെങ്കിൽ അദ്ദേഹം ഗവൺമെൻറ് എംപ്ലോയി ആണോ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ നോക്കൂല്ലേ. റിട്ടയർമെൻറ്റ് ടൈമിൽ ഗവൺമെൻറ് എംപ്ലോയി കിട്ടിയാൽ അതെന്താ, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 10 ലക്ഷവും നമുക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ ആയിട്ട് എടുക്കാം. എന്നാൽ നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് ആണെങ്കിൽ അങ്ങനെയാണോ? അല്ല. അതെന്താ, പോകയിൽ കവേർഡ് ചെയ്യുന്നുണ്ടോ? പോകയിൽ കവേർഡ് ചെയ്യുന്നില്ലേ? പോകയിൽ കവേർഡ് ചെയ്യുന്നില്ല. നോട്ട് യെസ്. പോകയിൽ കവേർഡ് ചെയ്യുന്നുണ്ടോ? പോകയിൽ കവേർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യം നോക്കണം. ഒന്ന്, ലാസ്റ്റ് ഡ്രോൺ സാലറി ഡിവൈഡ് ബൈ 26 ഇൻറ്റു 15 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ആൻഡ് പാർട്ട് ദെയർ ഓഫ് എക്സസ് ഇൻ 6 months. ഇനി 2 എന്ന് പറയുന്നത് എന്താ, 20 ലക്ഷം ആ ലിമിറ്റ്. 3 എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എത്ര റിസീവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു റിവേഴ്സ് ആയില്ലേ. ഇതെന്താ, പോക കവേർഡ് ചെയ്യുന്നുണ്ട് എങ്കിലാണ്. ഇനി പോക നോട്ട് കവേർഡ് ചെയ്യുന്നില്ല, പോക കവേർഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വ്യത്യാസം വരുന്നത് എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ഈ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്ന ഐറ്റം മാറിയിട്ട് ആവറേജ് സാലറിയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഡിവൈഡ് ബൈ ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. പാർട്ട് ദെയർ ഓഫ് ഇവിടെ ഇല്ല. ഇനി 2 എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റ് ആയിട്ടുള്ള 20 ലക്ഷം. 3 എന്ന് പറയുന്നത് ആക്ച്വൽ റിസീവ്ഡ്. ജസ്റ്റ് ഇതാക്കി നമുക്ക് പ്രൊവിഷൻ ടേബിളിൽ പോയിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആവുമെന്ന് എനിക്കറിയാം. ഓക്കെ,
നമുക്ക് ഒഴിവാക്കാൻ കാരണം ഫർദർ ക്ലാസ്സിൽ അത് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം റിട്ടയർ ആയത് എപ്പോഴാണ്? നമ്മളിപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് അദ്ദേഹം കവേർഡ് ചെയ്യുന്നില്ല. അതേപോലെ റിട്ടയർ ആയത് എപ്പോഴാണ്? 22 ജൂൺ 22 പറയുന്നുണ്ട്. എത്ര റുപ്പീസിനാണ്? 34 വർഷവും 9 മാസവും കഴിഞ്ഞിട്ടാണ്. അതായത് എന്താണ്? 34 വർഷവും 9 മാസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 മാസത്തിൻ്റെ മുകളിലില്ല സാറേ, അങ്ങനെയെങ്കിൽ ഞാൻ 35 എടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ തല മണ്ടക്കിട്ട് കിട്ടും. കാരണം എന്താണ്? കാരണം പറ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് എടുക്കുന്ന സമയത്ത് ആ ഇക്വേഷനാണ്, അത് പഠിച്ചവർക്ക് മനസ്സിലാവുള്ളൂ. കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസിനൊപ്പം പാർട്ട് ദെയർ ഓഫ് 6 months ഓർ ഇൻ എക്സസ് ഓഫ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. ഇത് നോട്ട് കവേർഡിൻ്റെ അണ്ടറിൽ ഈ പറയുന്ന ഈ പാർട്ട് ദെയർ ഓഫ് വരില്ല. അത് വരികയാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ നോക്കുള്ളൂ. ജസ്റ്റ് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്രയാണ് വർഷം അത് മാത്രം എടുക്കുക. അത് 6 മാസം ആണോ, അതിൻ്റെ മുകളിലാണോ, അതിൻ്റെ താഴെയാണോ എന്ന് നോക്കണ്ട. ഇനി ക്വസ്റ്റ്യനിൽ 35 മാസവും 2 എന്താ 35 എടുക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ 36 മാസവും 8 മാസവുമാണ് തന്നെ, അങ്ങനെ 36 എടുക്കുക. ആ മാസം നമ്മൾ നോക്കരുത്, കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് മാത്രമാണെങ്കിൽ. ഇങ്ങനെ നോക്കുന്നത് എപ്പോഴാണ്? പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months നമ്മുടെ ഇക്വേഷനിലുള്ളപ്പോഴാണ്. അത് ഇക്വേഷനിലുള്ളത് എപ്പോഴാണ്? നമുക്ക് എന്ത് കിട്ടുമ്പോഴാണ്? നമുക്ക് എന്ത് കിട്ടുമ്പോഴാണ് ഗ്രാറ്റുവിറ്റി നമുക്ക് കിട്ടുന്നത്? പക്ഷെ അത് കവേർഡ് ആണെങ്കിലാണ് അങ്ങനെ. നമുക്കിപ്പോൾ ഒന്ന് റിവേഴ്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി. ഓക്കെ, ഇദ്ദേഹത്തിന് ബേസിക് സാലറിയും ഡിയർനെസ് അലവൻസും കിട്ടിക്കൊണ്ടിരിക്കുന്നത് 7,200 പെർ മന്ത് വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവിടെ ആനുവൽ ഇൻക്രിമെൻ്റ് വന്നിട്ടുണ്ട്. ഈ ആനുവൽ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ സാലറി എന്തായിട്ടുണ്ട്? 1,200 പെർ മന്ത് കൂടിയിട്ടുണ്ട്. അതായത് എന്താ, ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം ഇങ്ങനെ ഉണ്ടെങ്കിൽ. ഇനി ഫാൾസ് ഡ്യൂ ഓൺ ജനുവരി എവറി ഇയർ, അതായത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, എവറി ഇയറിൽ എന്താവുന്നുണ്ട്? 1,200 പെർ മന്ത് വെച്ചിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നത് പറയുന്നുണ്ട്. ഓക്കെ, ഇതിലോട്ട് വരാം. അതിനു മുമ്പ് നമുക്കൊന്ന് പ്രൊവിഷൻ ഒന്ന് കവർ ചെയ്യണം. ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം പ്രൊവിഷൻ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവർ റിസീവ് ഡ്യൂറിങ് ദ സർവീസിലാണോ ഇവിടെ കിട്ടിയത്? അല്ല, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത് എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റില്ല. ഇദ്ദേഹം ഗവൺമെൻറ് എംപ്ലോയി ആണോ? ഗവൺമെൻറ് എംപ്ലോയി അല്ല. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ഒരു 10 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 10 ലക്ഷവും നമുക്ക് ഇതാകാം. നമുക്ക് കാൽക്കുലേഷൻ ഒന്നും വേണ്ട, 0 ആണ്. അതായത് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് ഗവൺമെൻറ് എംപ്ലോയിയുടെ എക്സംഷൻ എന്ന് പറയുന്നത്. ഇനി അതർ എംപ്ലോയി ആണ്, അല്ല ഈ കേസിൽ അതർ എംപ്ലോയി, അങ്ങനെയെങ്കിൽ പോക കവേർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഇവിടെ എന്താ, പോക കവേർഡ് ചെയ്യുന്നുണ്ടോ ഇല്ല? പോക കവേർഡ് ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ 3 കാര്യങ്ങൾ വേണം നോക്കാം. ലാസ്റ്റ് ഡ്രോൺ സാലറി അല്ല ഇവിടെ വേണ്ടത്. ആവറേജ് സാലറി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഇവിടെ എന്തില്ല? പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എടുക്കരുതെന്ന്. പക്ഷേ ഇവിടെ എന്തുണ്ട്? ആ സാധനമുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, എടുക്കണ്ട. ഫോർ എക്സാമ്പിൾ എന്താ, 32 വർഷമാണ്, 32 തന്നെ എടുക്കുക. ഇനി 32 വർഷവും 3 മാസമാണ്, എന്തെടുക്കുക? 32 തന്നെ എടുക്കുക. ഇനി 32 മാസം 6 മാസമാണ്. സാറേ 6 മാസം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ 33 ആക്കണ്ടേ? വേണ്ട. കാരണം എന്താ, ഇവിടെ ഇക്വേഷനിൽ പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months ഇല്ല, അപ്പോൾ 32 എടുക്കുക. ഇനി 32 വർഷവും 8 മാസവുമാണോ? അങ്ങനെയെങ്കിൽ എത്ര എടുക്കണം? 32 തന്നെ എടുക്കാം. ഓക്കെ, ഇതാണ് ഐഡിയ. ഓക്കെ, അപ്പോൾ ഈ ആവറേജ് സാലറി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് 20 lakh ആക്ച്വൽ റിസീവ്ഡ്. ഇതാണ് നമ്മുടെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലുള്ള എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ കേസൊന്നും നമ്മില്ല. ഇനി ക്വസ്റ്റ്യനിൽ തന്നാണെങ്കിൽ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. സർവീസിൻ്റെ ഇടയിലാണ് കിട്ടുന്നത് ഇന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത്, അത് ഫുള്ളി ടാക്സബിളാണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ എന്താ ടാക്സബിൾ എമൗണ്ട് എത്രയാണ്? ടാക്സബിൾ എമൗണ്ട് ഈ 10 ലക്ഷം തന്നെ. കാരണം ഇവിടെ എന്താ സർവീസിൻ്റെ ഇടയിലാണ് കിട്ടിയത്. ഇനി ഇദ്ദേഹം ഗവൺമെൻറ് എംപ്ലോയി ആണ്, അദ്ദേഹത്തിന് എക്സംഷൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ എന്താണ്? എക്സംഷൻ ഇല്ല. കാരണം അത് റിസീവ് ചെയ്തത് ലംസം എമൗണ്ട് ആയിട്ടല്ല, ഒരു വലിയൊരു എമൗണ്ട് ആയിട്ടല്ല, ഒരു ചെറിയ കുറച്ച് എമൗണ്ടുകളായിട്ട് സർവീസ് ടൈമിലാണ് അദ്ദേഹം റിസീവ് ചെയ്തത്. അതാണ് സർവീസിൻ്റെ കേസ് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് എംപ്ലോയി ആയിക്കോട്ടെ, നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയിക്കോട്ടെ, ഫുള്ളി ടാക്സബിൾ ആണ്. പക്ഷേ നമ്മൾ റിസീവ് ചെയ്യുന്നത് ഡെത്തിൻ്റെ ടൈമിലാണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് അത് ഫുള്ളി ടാക്സബിൾ ആണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതിൽ 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. ഈ കേസ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു.
അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഗ്രാറ്റുവിറ്റിയിൽ എക്സംപ്റ്റഡ് ആവുന്നത് എത്രയാണ്, എക്സംപ്റ്റഡ് എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് ഇക്വേഷനിലോട്ട് പോകാം. ആവറേജ് സാലറി ഡിവൈഡ് ബൈ 2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. പാർട്ട് ദെയർ ഓഫ് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, റൗണ്ട് ചെയ്യരുത്. 20 ലക്ഷം ഉണ്ട് ആക്ച്വൽ റിസീവ്ഡ്. ഇവിടെ എത്രയായി, ആക്ച്വൽ റിസീവ്ഡ് എത്രയെന്ന് ആദ്യം എടുത്ത് ചെയ്താൽ 5,76,000 ആണ് ആക്ച്വലി റിസീവ് ചെയ്തത്. 5,76,000 നമ്മൾ ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 20 ലക്ഷം, ഇത് 2 എഴുതി. ഇനി നമുക്ക് വേണ്ടത് ആവറേജ് സാലറി ഡിവൈഡ് ബൈ 2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. 2 നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ഇവിടെ കിട്ടും 34 ആണ്. അപ്പം 34 9 അപ്പോൾ ഞാൻ 35 എടുക്കരുത്, എടുക്കരുത്. കാരണം എന്താ, കാരണം അങ്ങനെ എടുക്കാൻ പാടില്ല. കാരണം ഈ ഇക്വേഷനിൽ നമ്മുടെ അടുത്ത് എന്തില്ല, പാർട്ട് ദെയർ ഓഫ് ഇല്ല. അതുകൊണ്ട് 34 തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി, ഇത് എടുക്കേണ്ടത് 34 ഇവിടെ 2. ഇനി ആവറേജ് സാലറിയും കൂടി കിട്ടിയാൽ നമുക്ക് ആൻസറിലോട്ട് എത്താം. അപ്പോൾ ആവറേജ് സാലറിൻ്റെ ഇക്വേഷൻ ആദ്യം പഠിക്കണം. സിമ്പിൾ ഇക്വേഷൻ. കാണുമ്പോൾ വലുതായിട്ടൊക്കെ തോന്നും, പക്ഷേ മനസ്സിലാക്കി വെച്ചാൽ ഇതെല്ലാം സിമ്പിളാണ്. ഇവിടെ ആവറേജ് സാലറി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് 10 മാസത്തെ ആവറേജ് സാലറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ലാസ്റ്റ് 10 മന്ത് ബേസിക് സാലറി പ്ലസ് DA ഫോം പാർട്ട്. ഡിയർനെസ് അലവൻസ് അല്ല നമുക്ക് എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ DA എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 തന്നതിനാൽ ആ 5,000 പിടിച്ചിട്ട് ഇങ്ങാടെ എഴുതരുത്. അതിൽ ക്വസ്റ്റ്യനിൽ പറയും ഫോം പാർട്ട് 50% ആണെന്ന് പറയും. അതായത് 5,000-ൻ്റെ 50% 2,500. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും DA ഇൻ ഫോം പാർട്ട് എന്ന് പറയുന്നത് 2,000 ആണ്. ആ 2,000 വേണം ഇടാൻ, ടോട്ടൽ ഡിയർനെസ് അലവൻസ് അല്ല. ഇവിടെ ഫോം പാർട്ട് എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഭാഗം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിയർനെസ് അലവൻസ് ഫോം പാർട്ട് മാത്രമാണ്. ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യണ്ട, എടുക്കണ്ട. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി. DA ഫോം പാർട്ട് ക്വസ്റ്റ്യനിൽ തരും, അത് വേണം എടുക്കാൻ, അത് ഇല്ലെങ്കിൽ എടുക്കണ്ട. ഇനി ഇതിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മീഷൻ ഓൺ ടേൺ ഓവർ ഉണ്ട്, പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ പ്ലസ് ആണ് ഇത്, പ്ലസ്. ഓക്കെ, പ്ലസിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ കൂടി ആഡ് ചെയ്യുക. പ്ലസ് പെർസെൻറ്റേജ്, ടേൺ ഓവർ മീൻസ് സെയിൽസ്. നമ്മൾ സെയിൽസിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, അത് പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ തരും. ആ കമ്മീഷൻ എന്ത് ചെയ്യുക, ടേൺ ഓവറിൻ്റെ മുകളിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് 3 കൂടി കൂട്ടാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നോ, ഇവിടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. എടുക്കട്ടെ, ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 10 മാസം എന്ന് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1 മാസത്തെ ആവറേജ് സാലറി കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ ഒന്നുകൂടി എഴുതി തരാം. അതിനു മുമ്പ് നമുക്ക് 10 മാസത്തെ ആവറേജ് ആദ്യം വേണ്ട കാര്യം എന്താ, ലാസ്റ്റ് 10 മാസത്തിലെ ബേസിക് സാലറി നമുക്ക് ആദ്യം വേണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, ഇയാൾ റിട്ടയർ ചെയ്യുന്നത് എപ്പോഴാണ്, റിട്ടയർ ചെയ്യുന്നത് ജൂൺ 22-നാണ്. അതായത് ജൂണിൻ്റെ മുമ്പത്തെ മാസം ഏതാ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. മെയ് ആണ് മുമ്പത്തെ മാസം അല്ലേ. അപ്പോൾ മെയ് 23. ഓക്കെ, ഇദ്ദേഹം ജൂണിലാണ് റിട്ടയർ ചെയ്യുന്നത്, ശരിയല്ലേ, ജൂൺ 23-ന്. അപ്പോൾ ഇതിനു മുമ്പുള്ള 10 മാസം എന്ന് പറയുന്നത് എന്താണ്, മെയ്, ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി, ജനുവരി, ഡിസംബർ, ജനുവരി, നവംബർ, ഒക്ടോബർ. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണി വരുമ്പോൾ 1, 2, 3, 4, 5. ഓക്കെ, എണ്ണിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിൽ ഇത് വരും. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ ലാസ്റ്റത്തെ, അതായത് ഈ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ 10 മാസം എടുക്കുക. അതാണ് ലാസ്റ്റ് 10 മന്ത് സാലറി. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ലാസ്റ്റ് 10 മന്ത് സാലറി നമുക്ക് തന്നിട്ടുണ്ട് 30,000 ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 30,000 ആണ് എന്നത് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് എടുക്കാൻ പറ്റുമോ, പറയൂ, അതെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ 1 ജനുവരി തുടങ്ങിയിട്ട് എന്തായിട്ടുണ്ട്, 1,200 കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 1 ജനുവരി തുടങ്ങിയിട്ടാണ് നമ്മുടെ ബേസിക് സാലറി 30,000 ആയിട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തുള്ള മാസങ്ങളിൽ എന്താണ്, 1,200 കുറവാണ്. അതായത് 28,800 ആയിരിക്കും. മനസ്സിലായില്ല അല്ലേ, പറഞ്ഞുതരാം. മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം, ഇപ്പോൾ സെറ്റാക്കി തരാം.
ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ജനുവരി തൊട്ടിട്ട് നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് 30,000 ആണ്. അത് എങ്ങനെയാണ് ഈ 30,000 ആയേക്കുന്നത്? 1200 രൂപ കൂടി എന്ന് പറയുന്നുണ്ട്. 1000 എത്രയാണ് ഇവിടെ കണ്ട 1200 പെർ മന്ത് കൂടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 1200 പെർ മന്ത് കൂടിയപ്പോഴാണ് നമുക്ക് ഈ 30,000 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടിയത്. അപ്പോൾ ഈ 1200 ഏതോ ഒരു എമൗണ്ടിനൊപ്പം കൂട്ടിയപ്പോൾ ഈ ജനുവരിയുടെ മുമ്പത്തെ മാസമായിട്ടുള്ള ഡിസംബറിൽ എന്തില്ല 30,000 അല്ല സാലറി. ഓക്കെ, ഈ 30,000 അല്ല സാലറി, 30,000 അല്ലാട്ടോ ഇതിൻ്റെ മുമ്പത്തെ സാലറി. കാരണം എന്താ, ജനുവരിയിലായപ്പോഴാണ് ആ 1200 കൂടിയത്. അതായത് ഇതിൻ്റെ മുമ്പത്തെ മാസം 28,800 സാലറി എന്ന് പറയുന്നത്. ഈ 28,800 ഒപ്പം 1200 കൂട്ടിയപ്പോഴാണ് 1200 ആണോ? യെസ്, 28,800 ഒപ്പം 1200 രൂപ കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 30,000 കിട്ടിയത്. അതായത് ഈ ജനുവരി തുടങ്ങിയിട്ട് ഇദ്ദേഹം റിട്ടയർ ആയത് ജൂണിലാണ്. ഈ ജൂണ് പക്ഷെ നമുക്ക് എടുക്കേണ്ട, അതിൻ്റെ മുമ്പത്തെ മാസം എടുത്താൽ മതി, മെയ് വരെയും എടുത്താൽ മതി. മെയ് വരെയും എന്താ 30,000 പക്ഷെ അതിൻ്റെ മുമ്പ് 30,000 അല്ല. ഈ 30,000 എന്ന് പറയുന്നത് ജനുവരി തൊട്ടാണ് കൂടിയത്. അപ്പോൾ അതിൻ്റെ മുമ്പത്തുള്ള വർഷം എത്രയാണ്? ഈ 28,800 അതെങ്ങനെ കിട്ടി? ഈ 30,000-ൽ നിന്ന് 1200 കുറച്ചാൽ മതി. കാൽക്കുലേറ്റർ എടുത്തേ, 30,000 മൈനസ് 1200, അപ്പോൾ 28,800 എന്ന് കിട്ടും. ഈ 28,800 എന്ത്? ഈ 28,800 ഇതിൻ്റെ മുമ്പത്തുള്ള സാലറി. അങ്ങനെ ഞാൻ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കുക. ഓക്കെ, ഇദ്ദേഹം റിട്ടയർ ആയത് ജൂണിലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ മാസം മെയ്, അതിന് മുമ്പത്തെ മാസം ഏപ്രിൽ, അതിൻ്റെ മുമ്പത്തെ മാസം മാർച്ച്, അതിൻ്റെ മുമ്പത്തെ മാസം ഫെബ്രുവരി, അതിൻ്റെ മുമ്പത്തെ മാസം ജനുവരി. പക്ഷേ ഈ ജനുവരിയിലാണ് എന്ത് കൂടിയത്? ജനുവരിയിലാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ 1200 കൂടി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ 1200 കൂടി. അപ്പോൾ ഇതിന് മുമ്പ് എന്താ 30,000-ൽ കുറവായിരിക്കും. അപ്പോൾ ഈ 30,000-ൽ നിന്ന് 1200 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 28,800 കിട്ടും. അത് ഒരു 5 മാസം കൂടി വേണം. അപ്പോൾ ടോട്ടൽ 10 മാസമായി. അതായത് നമ്മൾ റിട്ടയർ ചെയ്തത് ജൂണിലാണ്. ഇതിന് മുമ്പത്തെ 10 മാസം എടുക്കുന്നു. ഓക്കെ, നമ്മൾ ഈ പെട്ടിയിലോട്ട് ആക്കിയാണ് ഇവിടെ തന്നിരിക്കുന്ന പെട്ടിയിലോട്ട്. അപ്പോൾ ഇത് 5 മാസമാണ്. 5 മാസം, ആഗസ്റ്റ് തുടങ്ങി ഡിസംബർ വരെ. അത് 28,800. 28,800 ഇൻറ്റു 5 മാസം ചെയ്യുമ്പോൾ ഈ എമൗണ്ട് കിട്ടും, 1,44,000. എങ്ങനെ കിട്ടി? 28,800 ഒരു മാസത്താണ്. അങ്ങനെ 5 മാസത്തെ 1,44,000 എന്ന് കിട്ടി. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നമ്മൾ ചെയ്തത് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ടോട്ടൽ 10 മാസത്തെ വേണ്ടേ. ഇനി അടുത്ത സാലറി എന്ന് പറയുന്നത് 30,000 വെച്ചാൽ അത് ജനുവരി തുടങ്ങിയിട്ട് മെയ് വരെയും 5 മാസമാണ് ഉള്ളത്. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 1,50,000 എന്ന് കിട്ടും. ഒരു 1,50,000 കിട്ടി. അപ്പോൾ ഈ 1,50,000 1,44,000 കൂട്ടുന്ന സമയത്ത് ടോട്ടൽ കിട്ടിയതാണ് എന്ത്? 2,94,000. ഇതെങ്ങനെ കിട്ടി? ഇത് രണ്ടും പ്ലസ് ചെയ്ത സമയത്ത് 2,94,000 കിട്ടി. നമുക്ക് വേണ്ടത് ആവറേജ് സാലറിയാണ്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം എന്താ? ഇവിടെ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഡിവൈഡഡ് ബൈ 10 ചെയ്യണം എന്ന് പറഞ്ഞു. വേറെ എമൗണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇല്ല. അതിലോട്ട് ഞാൻ വരാം, അത് ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് ഡിവൈഡഡ് ബൈ, കണ്ടോ, ഈ എമൗണ്ട് 2,94,000 ഡിവൈഡഡ് ബൈ 10. കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് 2,94,000 ഡിവൈഡഡ് ബൈ 10 മാസം. നമുക്ക് 10 മാസത്തേക്ക് എടുക്കണം. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എത്ര കിട്ടും? 29. എത്രയാണിത്? സോറി, 2,40,000 ആണല്ലേ. 2,94,000 ഡിവൈഡഡ് ബൈ 10 മാസം 29,400 എന്ന് കിട്ടും. ആ 29,400 നമുക്ക് കിട്ടി. ഓക്കെ, ഇത്ര മതി. ഇത് വേണ്ട, ഇതൊന്നും വേണ്ട. നമ്മൾ ഇത്രയും ടെസ്റ്റ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ടെസ്റ്റ് ഫോളോ ചെയ്യേണ്ട ഏതൊക്കെയാണ് പറഞ്ഞുതരാം. ടെസ്റ്റിൽ ഒഴിവാക്കേണ്ടത് ഇതങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞു.
ഇത് നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇൻറ്റു 5 മാസം ചെയ്യുമ്പോൾ നമുക്ക് ഈ എമൗണ്ട് കിട്ടും. ഇത് ഇൻറ്റു 5 മാസം ചെയ്യുമ്പോൾ ഇത് കിട്ടും. കാരണം എന്താണ്, ഇവിടെ രണ്ടും വ്യത്യാസമുണ്ട് എമൗണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇൻക്രിമെൻ്റ് ഒന്നുമില്ല. ലാസ്റ്റത്തെ മാസം 30,000 തന്നെയാണ്, ഇങ്ങനെ ഒന്നും എഴുതണ്ട. അപ്പോൾ 30,000 ഇൻറ്റു 10 ചെയ്യുക, ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? അല്ല, ഓരോ മാസവും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഈ ടോട്ടലിനെ ഡിവൈഡഡ് ബൈ 10 വെച്ച് ചെയ്യുന്നു. അതിന് ഇക്വേഷൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഈ വീഡിയോ ഇത്തിരി ലെങ്ത് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ എക്സംഷൻ കണ്ടുപിടിക്കണം. എക്സംഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഒന്ന് മാക്സിമം ലിമിറ്റാണ്, അത് നമുക്കറിയാം. വേറെ ഒന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവഡ് ആണ്. ഇവിടെ എത്ര ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ട്? 57,600. ആ 57,600 നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. അതേപോലെ ലിമിറ്റ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇക്വേഷനിലോട്ട് ഇടുക എന്നതാണ്. ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ആവറേജ് സാലറി. ആവറേജ് സാലറി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 29,400 ഇത് വേണ്ട കേട്ടോ, ഇത് വേണ്ട. ഇത് നമ്മുടെ ഇക്വേഷനിലോട്ട് ഇനി ഞാൻ ചെയ്യണം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. 29,400 എന്ത്? ആവറേജ് സാലറി. ഡിവൈഡ് ബൈ 2 ചെയ്യുക, ഇൻറ്റു കംപ്ലീറ്റഡ്. അത് 34 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. അപ്പോൾ 29,400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 34 കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. അപ്പോൾ 4,99,800 എന്നത് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസറിലോട്ടൊന്ന് പോയാലോ. ഞാൻ കണ്ടുപിടിച്ച അതേ സെയിം ആൻസർ അല്ലേ ഇവിടെ വന്നേക്കണം, 4,99,800. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത കാര്യം എന്താ? ഇവിടെ നിങ്ങൾ ഈ ലൈൻ മാറ്റിയിട്ട് ഞാൻ പറയണ ചെയ്താൽ മതി. ആവറേജ് സാലറി ഡിവൈഡ് ബൈ 2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ആവറേജ് സാലറി ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 29,400. 29,400 ഡിവൈഡ് ബൈ 2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് 34. ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ പോയിൻ്റിന് പകരം ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ചെയ്താൽ വേണ്ടത് നമ്മൾ എടുക്കാൻ. ലോവസ്റ്റ് എടുക്കുക. ഈ 3 എമൗണ്ടിൽ 4,99,800 നമ്മുടെ ഇത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടോ? പറയുന്നില്ല, പക്ഷേ ഇവർ ജസ്റ്റ് കണ്ടുവച്ചിട്ടുണ്ട്. എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കാനാണ് മെയിനായിട്ട് പറയുന്നത്. അത് നമ്മൾ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? അത് കണ്ടുപിടിക്കാൻ വലിയ പാടെന്താ? നമുക്ക് 5,76,000 ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ എക്സംപ്റ്റഡ് എമൗണ്ട് ആയിട്ടുള്ള 4,99,800 കുറച്ചാൽ ഗവൺമെൻറ്റിലോട്ട് അടക്കേണ്ട എമൗണ്ട് 76,200. എല്ലാം സെറ്റാണ്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇനി കുറച്ച് സംശയങ്ങൾ ഇവിടെ ഉടലെടുത്ത് നിൽക്കുന്നുണ്ട്, എനിക്കറിയാം. ഓക്കെ, അത് പെട്ടെന്ന് പറയാം. നമ്മൾ ചാർജ് തീരാറായിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്യുകയാണ്. ഇതാണ് ആവറേജ് സാലറിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 10 മന്തിലെ ബേസിക് സാലറി എടുക്കുക. അത് നമ്മൾ എടുത്ത് DA ഫോം പാർട്ട് വേണം എടുക്കാൻ. ഇവിടെ പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? ഇവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ട്, പക്ഷേ ക്വസ്റ്റ്യനിൽ ഡിയർനെസ് അലവൻസ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 7,200 പറയുന്നുണ്ട്. അത് ഫിക്സഡ് ആണ്. ഓക്കെ, അവിടെ ഫോം പാർട്ട് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. അതേപോലെ കമ്മീഷൻ ടേൺ ഓവർ ഉണ്ടാവും. ടേൺ ഓവർ മീൻസ് സെയിൽസ് ഇത്ര തന്നിട്ട് ഇതിൻ്റെ പെർസെൻറ്റേജ് ഒന്നുണ്ടാവും. അപ്പോൾ ഇത് 3 കൂടി നമ്മൾ എടുക്കും. ലാസ്റ്റ് 10 മാസം വെച്ചിട്ട് ഇൻറ്റു ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ കിട്ടിയ എമൗണ്ടിന് ഡിവൈഡ് വെച്ചിട്ട് 10 മാസം ചെയ്യണം. 10 മാസം ഡിവൈഡ് ചെയ്താൽ മതി, 10 മന്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് എന്താ? ആവറേജ് സാലറി. അപ്പം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ചാർജ് ടാബിൽ തീരാറായി. അപ്പോൾ എല്ലാവരും അതൊക്കെ വീഡിയോ ഇട്ടിട്ട് കണ്ടു നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് DA നമ്മൾ എടുക്കാത്തതെന്ന് പറഞ്ഞു. അതുപോലെ എങ്ങനെയാണ് ആവറേജ് സാലറി കണ്ടുപിടിക്കുന്നത്, ആ ഇക്വേഷനും തന്നു. ഓക്കെ.